ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലം വരിക്കാശ്ശേരി മനയുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അവിടെ മാറ്റുരയ്ക്കുന്നത് പി.കെ. ശശിയാണ്. ഓപ്പോസിറ്റ് BJPയുടെ മേജർ രവി മത്സരിക്കുന്നുണ്ട്. CPMന്റെ അഡ്വക്കേറ്റ് പ്രേംകുമാർ മത്സരിക്കുന്നുണ്ട്. എന്താകും അവിടുത്തെ ഒരു പോരാട്ടത്തിന്റെ ബാക്കി പത്രം? അവിടുത്തെ പോരാട്ടം വളരെ ശക്തമാണ്. കാരണം 3 കാൻഡിഡേറ്റ്സും അതിന് പറ്റിയ ആൾക്കാരാണ്. ഇപ്പോൾ പ്രേംകുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഓൾറെഡി സിറ്റിംഗ് MLA ആണ്. പി.കെ. ശശി കോൺട്രവേഴ്സ്യലാണ് പലതരത്തിലും. CPMൻ്റെ ആളായിരുന്നു. ധാരാളം പരാതികളോ പ്രശ്നങ്ങളുണ്ടായി ഒക്കെ അറിയാമല്ലോ. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം CPM വിട്ടു പോകുമ്പോഴേക്കും അവിടെ സ്വീകരിക്കാൻ അപ്പുറത്ത് താലപ്പൊലിയായിട്ട് ആൾക്കാരുണ്ട്. കൈ നീട്ടി നിൽക്കുകയാണ്. 2 കൈ നീട്ടി സ്വീകരിച്ചു, അവർ നിൽക്കുന്നു. അപ്പോൾ ഇതിൽ CPMനെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. കാരണം ഞങ്ങളുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോയി എതിർ ക്യാമ്പിൽ ചെന്ന് പെട്ടൊരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ CPMന് അതൊരു നല്ല ശുഭകരമായൊരു വാർത്തയല്ല. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞിരുന്നു പി.കെ. ശശിയുടെ മണ്ഡലത്തിൽ പ്രസ്റ്റീജ് പോരാട്ടമാണെന്ന്. പ്രസ്റ്റീജ് പോരാട്ടമാണ്, ശരിയാ സതീശൻ പറഞ്ഞത്. പ്രസ്റ്റീജ് പോരാട്ടമാണ്, അതങ്ങനെയാണ്. ഇപ്പോൾ KK രമയുടെയും പ്രസ്റ്റീജ് പോരാട്ടമായിരുന്നല്ലോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു വിമത ശബ്ദം ഉയർത്തിയ ഒരാൾ അദ്ദേഹം വധിക്കപ്പെടുന്നു. മറ്റേ അദ്ദേഹത്തിൻ്റെ വൈഫ് വരുന്നു. അത്ര അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരിയല്ലായിരുന്നു. പണ്ട് SFIയിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ രാഷ്ട്രീയക്കാരി എന്ന നിലയ്ക്ക് അവരങ്ങനെ അറിയപ്പെടുന്ന ആളല്ല. കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലിയൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അത് പ്രസ്റ്റീജായി. അതേപോലെ തന്നെ ഒരു വിമതൻ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന് അത് വളരെ ദുഃഖകരവും സങ്കടകരവും ഒക്കെയാണ്. അതുകൊണ്ട് അവർക്ക് നാച്ചുറലി അത് പ്രസ്റ്റീജാണ്. അതേസമയം UDFനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ട്രംപ് കാർഡ് പുറത്തിറക്കി CPMനോട് മുട്ടുകുത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കത് നേട്ടമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂതകാലം അങ്ങനെ അധികം അന്വേഷിക്കാറില്ലല്ലോ. എപ്പോഴും എൻ്റെ കൂടെ വന്നാൽ പിന്നെ അയാളും ഹോളിയായി എന്നുള്ള എന്താ പറയുക. പക്ഷേ പി.കെ. ശശിക്ക് എതിരെ വന്നിട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ നമുക്ക് മാറ്റി എന്താ പറയാ, അത് ഭിന്നത്തേക്ക് എന്ന് പറയുന്നതല്ല. പക്ഷേ ഏറ്റവും തരം താഴ്ത്തുകയും പിന്നീട് ഏറ്റവും മോടിയോടുകൂടി വരികയും ചെയ്ത ഒരു നേതാവാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ചേർത്ത് പിടിച്ച ഒരു നേതാവ്. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പുറപ്പാളയത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും UDFനെ കാത്തിരിക്കുന്നത് ഒരുപാട് അപസർപ്പക കഥകളുടെ കൂടാരം കൂടിയാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ 2 പാർട്ടികൾക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലേ? ഈ കാരണം പോകുന്നത് എവിടെ നിന്നാണ്, ഈ പോകുന്ന ആൾ ആരാണ്, അയാളുടെ ഒരു നേച്ചർ എന്താണ്, ചരിത്രം എന്താണ്, സ്വീകരിക്കുന്നത് ആരാണ്, അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അവിടെയാണ് മേജർ രവിയുടെ വരവ്. അതെ, അതിൽ മേജർ രവിയുടെ വരവ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രാധാന്യമുള്ള സാമാന്യ ജനങ്ങൾക്ക് മേജർ രവി സ്വീകാര്യനാവുന്നത് കുറച്ചധികം റീസൺസ് ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അദ്ദേഹം ഫിലിം മേക്കറാണ്. നല്ല പാട്രിയോട്ടിക് എമോഷൻസും സെൻറ്റിമെൻറ്റ്സും ഉണ്ടാക്കുന്ന ഫിലിംസ് പിടിച്ചിട്ടുള്ള ആളാണ്. യുദ്ധകഥകളും നമ്മുടെ വീരജവാന്മാരുടെ കഥകളൊക്കെ കീർത്തിചക്ര പോലുള്ള ഫിലിമൊക്കെ പിടിച്ചിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ നോൺ കോൺട്രവേഴ്സ്യലാണ്. സാധാരണ രീതിയിൽ കുറച്ച് നാൾ പൊളിറ്റിക്സിലുണ്ടായി വരുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട കോൺട്രവേഴ്സി ഒന്നും മേജർ രവിക്കില്ല. പിന്നെ മേജർ രവി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുമാണ്. ആർക്ക് ഇഷ്ടമാവുമെന്നൊന്നും നോക്കുന്ന ആളല്ല, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കും. പിന്നെ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എല്ലാവരും ഒരുപടി ഈ അവിടെയുള്ള സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാർക്ക് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ, BJPയുടെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് കൂടാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുടെ വോട്ട് മേജർ രവിക്ക് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ വോട്ട് വരാൻ പോകുന്നത് ആരുടെയാണ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPMൽ അസംതൃപ്തിയുണ്ട്. അതിൻ്റെ ലെവൽ ഏതുവരെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം അവരൊരു കാഡർ ബേസ്ഡ് പാർട്ടി ആയതുകൊണ്ടും ഇരുമ്പ് മറയ്ക്കുള്ളതുകൊണ്ടും പുറത്തത് വരില്ല. അസംതൃപ്തരും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല മറ്റു പാർട്ടികളിലെ പോലെ. പിന്നെ
വളരെ ക്ലോസ് ആയ ചില ആൾക്കാരോട് ചില അസംതൃപ്തികൾ പറയും. അത്ര ക്ലോസ് ആയ ആളത് പബ്ലിസിറ്റി കൊടുക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ആളാണെങ്കിലേ പറയുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ CPM അകത്തുള്ള അസംതൃപ്തി മറ്റു പാർട്ടികളിലെ പോലെ അങ്ങനെ മറതേക്ക് പുറത്ത് വരാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം PK ശശിയെ സാമാന്യ ജനങ്ങൾ എത്രത്തോളം രീതിയിൽ സ്വീകരിക്കുമെന്നുള്ളത് ഇനിയും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. അത് വോട്ടെണ്ണി കഴിയുന്നവരെ. PK ശശി പോയപ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രി വിചാരിച്ചത് ഒരു തലവേദന ഒഴിഞ്ഞു എന്നായിരിക്കാം. അതും സത്യമാണ്. ഒരു തലവേദന ഒഴിഞ്ഞു. ഒരു പ്രശ്നത്തിനെ പറ്റി ഇനി ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഡിഫൻസ് ആണല്ലോ പ്രധാന. ഭരണത്തെക്കാൾ അധികം സമയം ചിലവാക്കുന്ന ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. പല കടകംപള്ളി ഡിഫെൻഡ് ചെയ്യുക, വേറെ ആൾക്കാർ പക്ഷേ ഡിഫെൻഡ്, ശബരിമലക്കാര്യത്തിന് ഡിഫെൻഡ് ചെയ്യുക, അങ്ങനെ ഡിഫൻസ് ആണ് അദ്ദേഹത്തിൻ്റെ. സാർ, ഇതിനിടയിൽ മേജർ രവി അവിടെ വരുമ്പോൾ, മേജർ രവിയെ ഒരു ആർമി മാൻ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ എന്തായിരുന്നു അദ്ദേഹം എന്നുള്ളത്. പിന്നീട് അദ്ദേഹം സിനിമയിലൂടെ നമുക്ക് പരിചിതനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ജനം ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ വന്നാൽ ഞങ്ങൾക്ക് എന്താണ് നേട്ടം എന്നുള്ളതുണ്ടാവും. ഈ രണ്ട് മുന്നണികളുടെ ഭരണം മാത്രം കണ്ട് ശീലിച്ച ജനങ്ങൾക്കിടയിലേക്കാണ് മേജർ രവിയുടെ വരവ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും? അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാർ, ഞാൻ മുൻപൊരിക്കൽ ഒരു ചർച്ചയിൽ പറഞ്ഞത്, ജയിക്കാത്തവർക്ക് എന്തിനാ വോട്ട് ചെയ്യണം എന്നുള്ള ആ മൈൻഡ് സെറ്റ് BJPയുടെയും NDAയുടെ നേർക്കുള്ളത് മാറി. അതാണല്ലോ വോട്ടിംഗ് ശതമാനം കൂടുന്നത്. അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഒന്നുകിൽ സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ താഴോട്ട് പോകണം. അപ്പം അത് സംഭവിക്കുന്നില്ലല്ലോ. വോട്ടിംഗ് ശതമാനം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അവിടുത്തെ ഇലക്ഷൻ്റെ പാറ്റേൺ, ക്യാമ്പയിൻ്റെ പാറ്റേണും അതുപോലെ റോഡ് ഷോയിലേക്കുള്ള ആൾക്കാരുടെ പങ്കാളിത്തവും, പിന്നെ അദ്ദേഹത്തിന് അവിടെ ചെല്ലുമ്പോൾ, വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നുള്ള സ്വീകാര്യതയും, ആളുകളെ കാണുമ്പോൾ സ്വീകാര്യതയെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ബന്ധവും എനിക്കുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയ്ക്കുള്ള സ്വീകാര്യത നല്ല ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ 2021 ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്, LDFൻ്റെതാണ്. കണക്ക് പ്രകാരം അദ്ദേഹം 74,859 വോട്ടുകളാണ് നേടിയത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് നമുക്കറിയാം, കോൺഗ്രസ് സരിനാണ്. സരിൻ 59,707 വോട്ടുകളുമാണ് നേടിയത്, രണ്ടാമതെത്തി. അപ്പോൾ 15,152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രേംകുമാർ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നത് P വേണുഗോപാലാണ്. പക്ഷെ അദ്ദേഹം ഗണ്യമായ വോട്ടുകൾ നേടി മണ്ഡലത്തിൽ ഒരു സ്വാധീനം അറിയിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതാണ് പ്രധാനം. ഇപ്പം P വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ലോക്കലായിട്ട് അറിയാതിരിക്കാം ആൾക്കാർക്ക്, അതർവൈസ് നമ്മളൊന്നും കേട്ടിട്ടുള്ളൊരു പേരേ അല്ല ആ സ്ഥലത്തിന് പുറത്ത്. അപ്പോൾ ആ ആൾക്ക് പോലും അത് സ്വാധീനം നിലനിർത്താൻ സാധിച്ചില്ലോ. അപ്പോൾ അത് മേജർ രവിയെ പോലത്തെ വ്യക്തിപരമായിട്ടുള്ള വോട്ടും ഈ 5 കൊല്ലം കൊണ്ട് BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് വർധനയും, പിന്നെ ഈ PK ശശി LDFിനോടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസംതൃപ്തി, PK ശശി എന്നുള്ള വ്യക്തിക്കെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരം, ഇതൊരു നോക്കി കഴിയുമ്പോഴും മേജർ രവിയുടെ വോട്ടിംഗ് ശതമാനം വളരെയധികം കൂടും. അപ്പോൾ ഇദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ട് എന്താണ് കാര്യമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയ്ക്കുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ഏത് രീതിയിലേക്കും മൊത്തത്തിലൊരു വോട്ട് ഷെയർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഭൂരിപക്ഷം രണ്ടുപേരുടെയും വോട്ട് ഷെയർ കുറയും. കാരണം രണ്ടുപേരുടെ വോട്ടും മേജർ രവിക്ക്, രണ്ടുപേർക്കും ട്രഡീഷണലായിട്ട് കിട്ടുന്ന വോട്ടുകൾ മേജർ രവിക്ക് കിട്ടും. പക്ഷെ അതൊരു ട്രഡീഷണൽ CPM സീറ്റാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. കുറേ നാളുകളായിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞു മേജർ രവിയായിട്ട് സംസാരിക്കാറുണ്ട്, അവിടുത്തെ ഒരു തരംഗം എങ്ങനെയാണ് എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ അതിനെ ഒരു വിലയിരുത്തലിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അവിടുത്തെ തരംഗം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് പല കോൺസ്റ്റിറ്റ്യുവൻസി അപേക്ഷിച്ചിട്ട് വളരെയധികം BJP അനുകൂലമായ തരംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ടിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കൂടും, അതിന് സംശയം വേണ്ട. പക്ഷെ അത് നമ്മൾ ഈ ത്രീ വേ രീതിയിലുള്ള ഒരു പാറ്റേൺ, ട്രയാങ്കുലർ കോണ്ടസ്റ്റ് എന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല, അത് പറയാമോ എന്ന് എനിക്കറിയില്ല. അവിടെ
പക്ഷേ 3-way ആണല്ലോ അവിടെ നടക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആരുടെ വോട്ടാണ് BJP കൂടുതൽ കവർന്നെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നേടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്താ വെച്ചാൽ ഈ പ്രാവശ്യം അതൊരു പ്രത്യേകതയുണ്ട്. കാരണം 10 വർഷം നീണ്ടു നിന്ന ഭരണം, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ശരിക്കും വർക്ക് ചെയ്യുമല്ലോ. അതില്ലെന്ന് എത്ര പറഞ്ഞാലും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടല്ലോ, അതൊന്ന്. അതേസമയം UDFനെ സംബന്ധിച്ച് അവർക്ക് പണ്ടത്തെ വിശ്വാസ്യതയില്ല. ഇപ്പം ഈ മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ തന്നെ UDFനോടുള്ള ആൾക്കാരുടെ ആ ക്രെഡിബിലിറ്റി കുറഞ്ഞില്ലേ? പി കെ ശശി. ഇവർ പി കെ ശശിക്ക് മറ്റൊരു മാരണം കൂടിയുണ്ട്. ശശി PK എന്ന് പറയുന്ന ഒരാളുണ്ട്, അപരനുണ്ട്, അപരനുണ്ട്. ശശി PK ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്, വന്നു പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇത്രയും നാൾ ഇവർ ഇയാൾക്കെതിരെ എല്ലാ പ്രചരണങ്ങളും നടത്തി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, തീവ്രത അളക്കാൻ പോയ ശൈല ടീച്ചറെ മേക്കെ ബാലിനെയും കളിയാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരായി UDF. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ കോൺഗ്രസിൻ്റെ തന്നെ ട്രഡീഷണൽ വോട്ടേഴ്സിനിടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമല്ലോ അത്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ UDFന്റെ ട്രഡീഷണൽ കോൺഗ്രസ് ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ വയ്യാവലിൻ്റെ അടുത്ത് തലയിൽ വെക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ആൾ ഉണ്ടാവില്ലേ? പിന്നെ അവിടെ ആ സീറ്റ് മോഹിച്ചിരുന്ന പലരും ഉണ്ടാവും. അപ്പോൾ ഇയാൾ വന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ചാൻസ് പോയി ചിന്തിക്കുന്ന ആൾക്കാരും കുറേ പേരുണ്ടാവും. അസംതൃപ്തരെപ്പോഴും ഈ വോട്ട് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാലത്ത് അസംതൃപ്തരുടെ പൂക്കാലമാണല്ലോ. അപ്പോൾ സരീൻ അങ്ങനെയല്ലേ, സരീൻ അവരെന്താ മീഡിയ സെല്ലോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആളായിരുന്നു, കൺവീനർ എന്തൊക്കെയായിരുന്നു ആൾ. സീറ്റില്ല എന്നുള്ള ഒറ്റ സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം മാറ്റി ചുമപ്പ് വയ്ക്കാനായിട്ട് ഒരു വിഷമം ഉണ്ടായില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സരീനെതിരായിട്ട് വർക്ക് ചെയ്തു തോന്നുന്നു ആ പ്രാവശ്യം. അപ്പോൾ അതുപോലെ തന്നെ PK ശശിയെ കൊണ്ടുവന്നതിൽ UDFലും കോൺഗ്രസിലും അസംതൃപ്തരുണ്ടാവും. ആ വോട്ട് ഷെയറും കിട്ടേണ്ടത് മേജർ രവിക്കാണ്. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ NDA കാൻഡിഡേറ്റ് പിടിക്കുന്ന വോട്ട് ആരെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നതെന്നുള്ളത് പറയണമെങ്കിൽ വോട്ട് തന്നെയാലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ മിക്ക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ പ്രശ്നമുണ്ട്. അതായത് മേജർ രവി പിടിക്കുന്ന വോട്ട് ആർക്ക് ഗുണം ചെയ്യും അല്ലെങ്കിൽ ആർക്ക് ദോഷം ചെയ്യും, ഇത് രണ്ടും നമുക്ക് പറയാം. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലം അതാണ്. PK ശശി എന്നുള്ള ആൾ വന്നതിനുള്ള UDFലും കോൺഗ്രസിലും അസംതൃപ്തരുടെ എണ്ണം ധാരാളം ഉണ്ടാവും. അവരെന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറേ പേർക്ക് ഒന്നും ഇത് CPMന് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്, അവരൊരാളെ വെച്ചിട്ട് തന്നെ അവർക്കെതിരെ നോക്കാം, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ഉണ്ട്. അങ്ങനെ ഒരു കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും അണികളൊക്കെ. പക്ഷേ ഈ ശബ്ദമില്ലാത്ത അണികളുണ്ടല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു DCC പ്രസിഡന്റോ GCC സെക്രട്ടറി മന്ദിരം പ്രസിഡന്റിനൊക്കെ അല്ലേ ശബ്ദം ഉയർത്തി കാര്യം പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ല. അവർ നിശബ്ദരായിട്ടുള്ളൊരു ജനവിഭാഗമുണ്ട്, അവരുടെ വോട്ട് എന്താണെന്ന് പറയാനൊക്കെ ഇല്ല. അതുപോലെ തന്നെ LDFനോടുള്ള അസംതൃപ്തി ഇദ്ദേഹത്തിന് പ്രേംകുമാറിനെ ബാധിക്കും. അതിലും മേജർ രവിയുടെ വോട്ട് ഷെയർ വളരെയധികം കൂടുമെന്നുള്ളതിന് സംശയം വേണ്ട.